അസ്മാഉൽ ഹുസ്നയിലെ വളരെ ചെറിയൊരു ഇസ്മ, എന്നാൽ ഈ ഒരു ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടമോ കണ്ണഞ്ചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ജീവിതത്തിൽ അള്ളാഹു നൽകിയതിലെല്ലാം വിശാലത ഉണ്ടാകാൻ, സമ്പത്തിലാണെങ്കിലും സ്ഥാനമാനങ്ങളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും വാഹനങ്ങളിലാണെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലാം വിശാലത ഉണ്ടാകാൻ, റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ ഈ ഒരു കുഞ്ഞൻ ഇസ്മു കുറഞ്ഞ എണ്ണം ചൊല്ലിയാൽ മതിയെന്ന്. അള്ളാഹു ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പവിത്രമായ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈർ ലഭിക്കാൻ ഈ ഒരു ഇസ്മു കാരണമായി തീരും. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിധിയാണ് നമ്മളുടെ മക്കൾ നന്നാകുക എന്നുള്ളത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ പല ആളുകളും ഈ സാധുവായ എന്നെ അടക്കം വിളിച്ച് സങ്കടം പറഞ്ഞ വിഷയമാണ്, ഉസ്താദെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല, തലതിരിഞ്ഞ റൂട്ടിലാണ് അവർ പോകുന്നത്, ലഹരിക്കടിമയായ മക്കളുണ്ട്, അതുപോലെ തന്നെ ദേഷ്യം അധികമായി കൂടുതലുള്ള മക്കളുണ്ട്. ഇത്തരത്തിലുള്ള മക്കളുടെ സ്വഭാവം നന്നാകാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 തവണ നിങ്ങൾക്ക് ഈ കുഞ്ഞൻ ഇസ്മ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ 100% ഉറപ്പു പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇസ്മ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു ഇസ്മാണ്. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു വന്നു. ശഅബാനിൻ്റെ 2ാമത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ദിനരാത്രങ്ങളെ വേണ്ടുവോളം മുതലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങൾ തീരാൻ, വിഷമങ്ങൾ തീരാൻ, ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ വിവിധങ്ങളായ മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ നമുക്കൊരു അത്താണിയാണ് അല്ലേ? ഖുർആൻ്റെ പല ആയത്തുകളും നമുക്ക് പല വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത്തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയ ഒരു പോംവഴിയാണ്, മാർഗമാണ് അസ്മാഉൽ ഹുസ്ന. വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചോന്ന. എന്തുകൊണ്ട്? അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട്. അസ്മാഉൽ ഹുസ്ന മുഴുവൻ ഒരാൾക്ക് കാണാതെ പഠിക്കാൻ അവസരം കിട്ടിയാൽ അയാൾ സ്വർഗാവകാശിയായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാണാൻ പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ഉമ്മമാർക്ക് ചൊല്ലാനറിയാം, ഉപ്പമാർക്ക് ചൊല്ലാനറിയാം. സാധുക്കളായ നമുക്ക്, നമ്മുടെ മക്കൾക്ക്, തലമുറയ്ക്കൊന്നും അതുമായി ഒരു ബന്ധമില്ലാതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും പഠിപ്പിക്കണം. സ്വർഗത്തിൻ്റെ അഖിലുകാരായി മാറാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇനി പല പ്രശ്നപരിഹാരങ്ങളും ദിവസവും പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരി വിളിച്ചിട്ട് വല്ലാതെ സങ്കടം പറഞ്ഞത്, ഉസ്താദേ മാപ്പിള പൈസ അയക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, കടബാധ്യതയും അതുപോലെ തന്നെ വീട്ടിലെ ചെലവുകളും എല്ലാം കൂടെ ഇതിൽ ഒപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് വല്ലാത്ത സങ്കടം പറഞ്ഞു. അതോടൊപ്പം അവർ ചേർത്ത് പറഞ്ഞൊരു വിഷയമാണ് മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന്. പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരാണ് എന്നല്ല, മറിച്ച് പറയുന്നതനുസരിക്കുന്നില്ല, ദേഷ്യമാണ്. അതായത് വീട്ടിൽ കൃത്യമായി രാത്രി നേരത്തെ വരാതെ തോന്നുന്ന സമയത്താണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഭക്ഷണം കൃത്യമായി വീട്ടിൽ നിന്ന് കഴിക്കാതെ എവിടെ നിന്നാണോ അവർക്ക് കിട്ടുന്നത് അവിടെ നിന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചൂടാകുന്ന സ്വഭാവം. ലഹരിക്ക് അടിമയാണോ എന്ന് പോലും സംശയപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ സങ്കടം പറഞ്ഞവരുണ്ട്. ഇത്തരത്തിൽ വലിയ സങ്കടങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഒരു കുഞ്ഞൻ ദിക്ർ ഞാൻ പറഞ്ഞുതരാം. ദിക്ർ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇസ്മ, അസ്മാഉൽ ഹുസ്നയിലെ വളരെ പവർഫുള്ളായ ചെറിയൊരു ഇസ്മ. ഈ ഒരു ഇസ്മിൻ്റെ നേട്ടം തന്നെ പറയുന്നത് മോശക്കാരായ മക്കളുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള ഹാജാത്തുകളെ, ലിനൈലിൽ ഹാജാത്ത്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മ കൊണ്ട് കഴിയും. അതുപോലെ ലിസഅത്തി റിസ്ഖി വനൈലിൽ ഖുവ, ആരോഗ്യം നിലനിന്ന് കിട്ടാനും അതുപോലെ അവർക്ക് കിട്ടിയ റിസ്ഖിൽ, അവരുടെ സമ്പാദ്യത്തിൽ, മക്കളിൽ, വീടിൽ, വാഹനങ്ങളിൽ, ജോലിയിൽ തുടങ്ങി അവർക്കുള്ളതിലെല്ലാം വിശാലത ഉണ്ടാകാൻ ഈ ഒരു ഇസ്മ ഉപകരിക്കും. ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കുഞ്ഞൻ ഇസ്മ. ഏതാണ് ആ ഇസ്മ? അൽ മുഖീത്ത്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട മുഖീത്ത് എന്ന നാമം. യാ മുഖീത്ത്, യാ മുഖീത്തു യാ അല്ലാ, യാ മുഖീത്തു യാ അല്ലാ. ആരെങ്കിലും ഒരാൾ ഈ യാ മുഖീത്തു യാ അല്ലാ എന്ന ആ ഒരു ഇസ്മിനെ ആരെങ്കിലും ഒരാൾ
550 തവണ ചൊല്ലുകയാണെങ്കിൽ 550 തവണ അത് ദിവസവും പതിവാക്കാൻ കഴിയുമെങ്കിൽ അപ്രകാരം ചെയ്യുക. ഇനി ദിവസവും പതിവാക്കാൻ പറ്റിയില്ല, ഇടയ്ക്ക് നമുക്ക് ചൊല്ലാൻ സമയം കിട്ടുന്ന സമയത്ത് ഒരു 550 തവണ യാ മുഖീത്തു എന്ന ഇസ്മിനെ ആരെങ്കിലും ചൊല്ലിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലിസഅത്തി റിസ്ഖി, അവൻ്റെ റിസ്ക് വിശാലതയാകാൻ അത് കാരണമായി തീരും. അവൻ്റെ റിസ്ക്കിൽ വിശാലത ഉണ്ടാകാൻ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അവൻ്റെ സമ്പാദ്യത്തിൽ വിശാലത ഉണ്ടാകാൻ, മക്കളിൽ വിശാലത ഉണ്ടാകാൻ. മക്കളിൽ വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? മക്കൾ നന്നായി കിട്ടാൻ. അതുമാത്രവുമല്ല, അവരുടെ വീടുകളിൽ വിശാലത ഉണ്ടാകാൻ, വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ, വാഹനങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ, രക്ഷ കിട്ടാനൊക്കെ കാരണമായി തീരുന്ന മഹത്തായ ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു പരിഹാരമാണ്, അത്താണിയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? യാ മുഖീത്തു എന്ന ഇസ്മ കേവലം 550 തവണ ഒന്ന് ചൊല്ലിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അക്കൂട്ടത്തിൽ പറയുന്നത് ലിനൈലിൽ ഹാജാത്ത്, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ. നമുക്ക് ആവശ്യങ്ങൾ, നമ്മുടെ കൽബിലുള്ള ഒരു മുറാദ് അത് പൂർത്തിയായി കിട്ടണം. അത്തരത്തിൽ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്കുമുള്ള ഒരു പരിഹാര മാർഗമാണ് നമ്മൾ മുമ്പൊക്കെ പിഞ്ഞാണം എഴുതുക എന്ന് പറയും അല്ലേ. അപ്പം നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളിൽ നമ്മൾ ശീലിച്ചു വന്ന ഒരു അമലാണ് അത്. എന്ത് ചെയ്യുക? പിഞ്ഞാണത്തിൽ ഇപ്പോൾ ഖുർആനിക ആയത്തുകൾ മഷി കൊണ്ട് എഴുതിയിട്ട് എന്ത് ചെയ്യും? അത് ഉള്ളിലേക്ക് പോയാൽ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള മഷികളുണ്ട്. അത്തരത്തിലുള്ള മഷി കൊണ്ട് എഴുതിയിട്ട് അത് വെള്ളമായി കുടിക്കുന്ന ഒരു സ്വഭാവം മുൻകാലങ്ങളിൽ, ഇപ്പോൾ മദ്രസകളിൽ നമ്മുടെ ചെറിയ മക്കൾ എന്ത് ചെയ്യുക? കയ്യെഴുത്ത് എന്നുള്ളൊരു അമൽ, ഒരു എന്ത് ചെയ്യുക, ഒരു പരിപാടി നടക്കാറുണ്ട് അല്ലേ. ശഅബാൻ മാസമൊക്കെ ആകുമ്പോൾ കയ്യെഴുത്ത്. എന്താണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം? മഹത്തുക്കളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്നും പകർത്തിയ അമലുകളാണ് അതൊക്കെ. എന്ത് ചെയ്യുക? തേനുകൊണ്ട് ചിലപ്പോൾ എഴുതും. തേൻ എന്ത് ചെയ്യുക? തേൻ കൊണ്ട് അറബി ആയത്തുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിക്കുന്നൊരു സ്വഭാവം. ഇത്തരത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ തേനുകൊണ്ടോ എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ട് യാ മുഖീത്തു എന്ന ഇസ്മിനെ എഴുതുക. കൈവെള്ളയിൽ എഴുതിയാൽ മതി, പറ്റുമെങ്കിൽ. എവിടെയാണോ പറ്റുന്നത്, എഴുതാൻ കഴിയുന്നത്, അത്തരത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക? അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? അത് കുടിക്കുക. ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ അത് കുടിക്കുക. അങ്ങനെ എഴുതി ചെയ്യുന്നതിന് ലിനൈലിൽ ഹാജാത്തി, അവരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ, ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാൻ അതൊരു സബബായി തീരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തരികയാണ്. ആ ഇസ്മിനൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ നല്ല നീയത്തോടു കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം, ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടണം എന്ന നീയത്തോടു കൂടി ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന്. ഇനി അടുത്തത് പറഞ്ഞെന്താ? മക്കൾ നന്നായി കിട്ടാൻ. നേരത്തെ പറഞ്ഞതുപോലെ മോശം സ്വഭാവമുള്ള മക്കൾ, ചില മക്കളൊക്കെ ലഹരിക്ക് അടിമയാവും. കഴിഞ്ഞ ദിവസം സുബ്ഹാനല്ലാഹ് ഒരു സഹോദരി വിളിച്ചിട്ട് മക്കളെ പറ്റി ഒരു പ്രശ്നം പറഞ്ഞതാണ്. സെക്സ് അഡിക്റ്റായി പോയി എന്ന്. അതായത് അവരുടെ ജീവിതശൈലി അങ്ങനെ അങ്ങ് മാറിപ്പോയി. അവർ എന്ത് ചെയ്യുന്നില്ല? മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞ എന്നോട് ദേഷ്യമാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ എന്ത് ചെയ്യുന്നില്ല? തിരുത്തി വരാൻ സാധിക്കുക. അവർ വീട്ടിലേക്ക് തന്നെ വരാൻ മടിയായിട്ടുണ്ട്, വീട്ടിലേക്ക് തന്നെ വരണില്ല എന്ന്. ആ മക്കൾ അങ്ങനെ പെട്ടുപോയി, ഏതോ റാക്കറ്റിൽ പെട്ടതാണ്. അങ്ങനെ മക്കളെ പിഴപ്പിച്ച് കളയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ചുറ്റുഭാഗത്ത് ഒരുപാടുണ്ട്. അത് ലഹരികളായിട്ടും മറ്റുമൊക്കെ ആയിട്ടും നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട്. പേടിച്ചാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ പെട്ടുപോയതായിരിക്കും. ഒരു തവണ ലഹരി നുണഞ്ഞു, രണ്ടാമത്തെ തവണ അത് കിട്ടിയില്ല എങ്കിൽ അവർക്ക് പ്രശ്നമാണ്, അവർ വയലൻ്റ് ആവും. അത്തരത്തിൽ മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കൾ, അവരെ ഒന്ന് നേർവഴിയിൽ കൊണ്ടുവരാൻ കരഞ്ഞു നടക്കുന്ന, റീ അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയാക്കി ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞ എത്രയോ ഉമ്മമാർ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകുമാറാകട്ടെ. അവരുടെ കൽബിന് ആ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ റാഹത്തായിട്ട്. അത്തരത്തിൽ മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു എളുപ്പമാർഗ്ഗം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, വളരെ എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. അവർ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, വെള്ളം, അത് പറയുന്നുണ്ട് മഴവെള്ളമാകുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്ന്. ഇനി മഴവെള്ളം കിട്ടാത്ത, മഴയില്ലാത്ത സമയത്ത് ഇനി മഴവെള്ളം അവിടെ പോയി തപ്പാനാണ് ചിന്തിക്കേണ്ട. അല്ലാത്ത പക്ഷം വെള്ളം, സാധാരണ വെള്ളം മതി, നമ്മുടെ കിണറുകളിൽ നിന്ന് വരുന്ന സാധാ വെള്ളം. ആ വെള്ളത്തിലേക്ക് അന്നമൻ ഖറഅ യാ മുഖീത്തു എന്ന ഇസ്മു ചൊല്ലിയിട്ട് അതിലേക്ക് ഊതി. എത്ര തവണ? 7 മറാത്തിൻ, 7 തവണ. അപ്പോൾ 7 തവണ യാ മുഖീത്തു യാ മുഖീത്തു യാ മുഖീത്തു യാ മുഖീത്തു യാ മുഖീത്തു ഇങ്ങനെ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് സുമ്മ സഖാഉ ലിത്തിഫ്ലി സയ്യിഇ തിബാ, എന്ത് ചെയ്യാം? ഈ പ്രകൃതി മോശമായ, അതായത് സ്വഭാവം മോശമായ മക്കളെ അത് കുടിപ്പിക്കാം, അവർക്കത് കുടിക്കാൻ കൊടുക്കുക. ഇനി ഭർത്താവിനാണെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക, ഭാര്യയ്ക്കാണെങ്കിൽ അത് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ന തിബാഉഹു
ഹസുനത് തബാഉഹു വ ഹസുന ദിഹ്നുഹു, അവരുടെ ബുദ്ധി നന്നാകാനും അതുപോലെ തന്നെ അവരുടെ പ്രകൃതം നന്നായി കിട്ടാനും ഒക്കെ കാരണമായി തീരും. അതോടൊപ്പം തന്നെ അവർക്ക് ഇൽമ് കൂടുതലായി അള്ളാഹു നൽകുകയും ചെയ്യും, അറിവുള്ളവരാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർത്ത് പെരുമാറട്ടെ. അപ്പോൾ വളരെ കുഞ്ഞായ ഒരു ദിക്ർ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയതാണ്. ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും ഇൻഷാ അള്ളാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, നമ്മുടെ സറൗണ്ടിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അമൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.